ചൈനയെയും പാകിസ്ഥാനെയും നിലംപരിശാക്കുക എന്നത് ഇന്ത്യക്ക് മുന്നിലെ പ്രധാന അജണ്ട തന്നെയാണ്. കാരണം അനാവശ്യമായ പ്രകോപനങ്ങൾക്ക് ഇവ രണ്ടും, അതായത് ചൈനയും പാകിസ്ഥാനും മുൻപന്തിയിൽ തന്നെയാണ്. ഇന്ത്യൻ അതിർത്തിയിൽ ഇരുവരും കാട്ടിക്കൂട്ടുന്ന അശാന്തിക്ക് കയ്യും കണക്കുമില്ല. ഇപ്പോഴിതാ ലഡാക്കിൽ ഇന്ത്യൻ സേന വമ്പൻ നീക്കം നടത്തുന്നു എന്ന വിവരം പുറത്തുവന്നിരിക്കുകയാണ്. ലഡാക്കിലെയും മരുഭൂമിയിലെയും US നിർമ്മിത സ്ട്രൈക്കർ യുദ്ധവാഹനങ്ങൾക്കായുള്ള പരീക്ഷണങ്ങൾ ഇന്ത്യ നടത്താൻ ഒരുങ്ങുകയാണ്. റിപ്പോർട്ടുകൾ പ്രകാരം ഈ സ്ട്രൈക്കർ പരിഗണനയിലിരിക്കുന്നതിന്റെ ഒരു കാരണം ഇന്ത്യൻ വെണ്ടർമാർക്ക് ഗുണപരമായ ആവശ്യകതകൾ നിറവേറ്റാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. എന്നിരുന്നാലും സ്ട്രൈക്കറിന് അതിന്റെ പരിമിതികളുമുണ്ട്. US-ന്റെ വിദേശ സൈനിക വിൽപ്പന സംരംഭത്തിന് കീഴിൽ പരിമിതമായ ഓഫ് ദി ഷെൽഫ് പർച്ചേസ് ഉണ്ടായിരിക്കും. അതിനുശേഷം ഒരു സംയുക്ത സംരംഭത്തിലൂടെ ഇന്ത്യയിൽ സംയുക്ത ഉൽപാദനവും നടത്തും എന്നതാണ് അറിയാൻ കഴിയുന്നത്. സ്ട്രൈക്കർ വെഹിക്കിൾ അന്തിമമായാൽ കഴിഞ്ഞ 4 വർഷമായി ഇന്ത്യക്കും ചൈനയ്ക്കുമിടയിൽ യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ സംഘർഷം നിലനിൽക്കുന്ന കിഴക്കൻ ലഡാക്ക് പോലെയുള്ള ഉയർന്ന ഉയരത്തിലുള്ള പ്രദേശങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ കഴിവുകൾ മാറ്റേണ്ടി വരുമെന്നും ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിക്കുന്നുണ്ട്. മൊബിലിറ്റി, വിവിധ സാഹചര്യങ്ങളിലെ ഭൂപ്രദേശ ചർച്ചകൾ, സൈനികർക്ക് സംരക്ഷണം, വിവിധ പാരാമീറ്ററുകൾ തുടങ്ങിയ സാങ്കേതിക കഴിവുകളുടെ വിലയിരുത്തൽ ഉൾപ്പെടുന്ന സമഗ്ര വിശകലനത്തിന് ശേഷം തീരുമാനമെടുക്കുമെന്നാണ് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഇന്ത്യൻ പ്രതിരോധ ആവാസ വ്യവസ്ഥയുമായി സ്ട്രൈക്കറിന്റെ സഹവികസനമാണ് ഇന്ത്യയുടെ വ്യവസ്ഥകളിലൊന്ന്. സ്ട്രൈക്കറുമായി സംയോജിപ്പിച്ചിരിക്കുന്ന ജാവലിൻ ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈലുകൾ പോലെയുള്ള നിർണായക സാങ്കേതിക വിദ്യകളുടെ കൈമാറ്റവും ഇന്ത്യ നോക്കുന്നുണ്ട്. ടാറ്റയും ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനും വികസിപ്പിച്ച വീൽഡ് കവചിത പ്ലാറ്റ്ഫോമുകളെ പരിശോധിക്കുകയാണെങ്കിൽ ഇവ വ്യത്യസ്ത ഉദ്ദേശങ്ങൾ നിറവേറ്റുന്നുവെന്ന് അധികൃതർ അറിയിക്കുന്നുണ്ട്. ഇതിനു പുറമെ 105 വീൽഡ് ആംഡ് പേഴ്സണൽ കാരിയറുകൾ വാങ്ങാനും സൈന്യം ശ്രമിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ 2020-ൽ ലഡാക്കിൽ ചൈനയുമായുള്ള സൈനിക തർക്കത്തിനിടെയാണ് ഇത്തരം വാഹനങ്ങളുടെ ആവശ്യം ഏറെ അനുഭവപ്പെടുന്നത്. അതിന്റെ ആവശ്യകത മുന്നോട്ട് വരുന്നത് കൂടുതൽ ആഴത്തിൽ വേഗത്തിലുള്ള പട്രോളിങ്ങിനും അതേപോലെ വേഗത്തിലുള്ള ഇൻഡക്ഷനും ഉപയോഗിക്കാവുന്ന ഒരു കവചിത പേഴ്സണൽ കാരിയറായ ഇൻഫൻട്രി പ്രൊട്ടക്റ്റഡ് മൊബിലിറ്റി വെഹിക്കിളിനായുള്ള പരീക്ഷണങ്ങൾ ഇന്ത്യൻ സൈന്യം ഇതിനകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. നിരീക്ഷണം, ആക്രമണ പ്രവർത്തനങ്ങൾ തുടങ്ങിയ വിവിധ ദൗത്യങ്ങൾക്കുള്ള സൈനികർ ഇത്തരം ആവശ്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തിയിരുന്നു. എന്തായാലും ഏറ്റവും പുതിയ തലമുറയിലെ സ്ട്രൈക്കർ കവചിത കാലാൾപ്പട യുദ്ധവാഹനങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള വിപുലമായ ചർച്ചകളിലാണ് ഇന്ത്യയും US-ഉം. ഈ 3 ഘട്ട പദ്ധതിയിൽ ഇന്ത്യയുടെ ആത്മനിർഭർ ഭാരത് ദൗത്യത്തെ പിന്തുണയ്ക്കുന്ന പ്രാരംഭ വാങ്ങലുകൾ, ഇന്ത്യയിൽ സംയുക്ത ഉൽപാദനം, ഭാവി പതിപ്പുകളുടെ സഹവികസനം എന്നിവ ഉൾപ്പെടുന്നുണ്ട്. തദ്ദേശീയമായ ടാറ്റ വീൽഡ് ആംഡ് പ്രൊട്ടക്ഷൻ, അതായത് WHAP, അമേരിക്കൻ ഹംവി എന്നിവയുൾപ്പെടെയുള്ള യുദ്ധവാഹനങ്ങൾക്കായുള്ള മറ്റ് ഓപ്ഷനുകളും ഇന്ത്യൻ സൈന്യം പരിഗണിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതിർത്തി തർക്കങ്ങളിൽ ഏറ്റവും മികച്ച പ്രതിരോധം കാഴ്ചവെക്കുക എന്നത് ഓരോ രാജ്യത്തിന്റെയും പ്രധാന അജണ്ട തന്നെയാണ്. ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയിലേക്ക് അനാവശ്യ നുഴഞ്ഞുകയറ്റങ്ങളും അനാവശ്യ പിടിവാശിയും കാണിക്കുന്ന 2 രാജ്യങ്ങളാണ് ചൈനയും പാകിസ്ഥാനും. ചൈന ലഡാക്ക് അതിർത്തിയിൽ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾക്ക് കയ്യും കണക്കുമില്ല. അതുകൊണ്ട് തന്നെ ഇരുവരെയും തൂത്തെറിയേണ്ടത്, തുടച്ചു നീക്കേണ്ടത് ഇന്ത്യയുടെ പ്രാഥമിക ലക്ഷ്യങ്ങൾ തന്നെയാണ്. പലപ്പോഴും ശക്തമായ പ്രതിരോധ കവചം രാജ്യങ്ങളുടെ സുരക്ഷയെ മുൻനിർത്തിയാണ് എന്ന് പറയുമ്പോഴും ചൈനയെ പോലെയുള്ള പാകിസ്ഥാനെ പോലെയുള്ള രാജ്യങ്ങൾ അതിന്റെ മറ്റു വശങ്ങളിലേക്ക് കൂടുതൽ ആഴത്തിൽ സഞ്ചരിക്കുന്നുണ്ട്. അതായത് സ്വയം പ്രതിരോധം എന്ന ഒരു മോട്ടോ മാറ്റിവെച്ച് മറിച്ച് മറ്റു രാജ്യങ്ങളെ ആക്രമിക്കുക, അവരുടെ പ്രദേശങ്ങൾ കൈയടക്കുക എന്ന ലക്ഷ്യം ഈ 2 രാജ്യങ്ങൾക്കും ശക്തമായുണ്ട്. പക്ഷേ ഇന്ത്യൻ മണ്ണിൽ പാകിസ്ഥാന്റെയും ചൈനയുടെയും ആവശ്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ അതിമോഹം നടക്കില്ല എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം. കാരണം അത്രമാത്രം ശക്തമായ പ്രതിരോധമാണ് ഇന്ത്യൻ സൈന്യം മുന്നോട്ട് വയ്ക്കുന്നത്.